നമ്മൾ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം എനിക്ക് വന്ന് ചെക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നോക്കാനായിട്ടൊന്നും എനിക്ക് അന്ന് ഞാൻ ഫ്രീ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പിള്ളേർ വേറൊരു കാര്യത്തിനോട് വന്നപ്പോഴത്തേക്കും അങ്ങനെ അവരിവിടെ വന്നതാണ്. ഇവിടെ വന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ വണ്ടി വേറെ സീനൊന്നുമില്ല, പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എടുത്തിട്ട് കച്ചവടം ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. ജനങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, ഞങ്ങളൊരു രാവിലെ ഇറങ്ങിയതാ, വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ ഈ വണ്ടി പെരിന്തൽമണ്ണെന്ന് കൊടുന്നിരുന്നു. ഇത്രയും ഭംഗിയായിട്ടായിരുന്നു ഈ വണ്ടി. പുറമേന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ടാഗൊക്കെ നല്ല പക്കയാണ്. എനിക്ക് ഇനി ഇതില് വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ലായിരിക്കും എന്തോ. അയ്യോ ഗൈസ്, അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയില് ഈ കാണുന്ന കോളേജ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഈ വണ്ടി എടുത്തതെന്നുള്ളത്. അങ്ങനെയല്ല, ഇത് ആക്ച്വലി പൊളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ വണ്ടിയാണ്. ഞാനത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് പുറകിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടാകും. ഞാൻ ആ ബ്രോനെ, എനിക്ക് വണ്ടി തന്ന ബ്രോനെ നിർത്തിയിട്ട് ഞാൻ പറയാം. ഓക്കെ, KL7 വണ്ടി ഞാൻ പറഞ്ഞില്ലേ, KL7നോട് എനിക്ക് പ്രത്യേക ഒരു പ്രാന്താണ്. KL7 കണ്ടപ്പോൾ തന്നെ ഞാൻ വേറൊരു വണ്ടി നോക്കിയായിരുന്നേ. അപ്പോൾ അതും KL7 തന്നെയായിരുന്നു. നമ്മളുടെ ഹിമാലയൻ്റെ നമ്പർ പ്ലേറ്റിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം വന്നൊരു നമ്പർ. പിന്നെ ഞാൻ അതിനെ അത് വിട്ടിട്ടാണ് ഈ വണ്ടി എടുത്തത് കേട്ടോ. ഈ വണ്ടി എത്ര രൂപയ്ക്ക് എനിക്ക് കിട്ടിയെന്ന് അറിയണ്ടേ? അറിയാം.